നമസ്കാരം. സയൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ഒരു 10 ചോദ്യങ്ങളാണ് തരുന്നത്. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ നിന്നാണ്. ആദ്യം അത് എക്സാമായി തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് മാത്രം ഉത്തരങ്ങൾ നോക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം. The element essential for bone development and for stronger teeth. Option A calcium, B iron, C nickel, D carbon. Second question. മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. The chemical used to clean wounds. Option A sulfuric acid, B hydrogen peroxide, C carbon dioxide, D ammonium peroxide. Third question. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. The gas produced when metals react with acids. Option A carbon dioxide, B nitrogen, C hydrogen and D oxygen. Fourth question. ചോക്കിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം. Name the chemical present in chalk. Option A sodium silicate, B magnesium carbonate, C sodium sulfate and D calcium carbonate. Fifth question. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. The element present in hemoglobin in blood. A zinc, B calcium, C iron and D aluminium. Sixth question. സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. An alloy which is used to make permanent magnet. Option A brass, B alnico, C duralumin and D bronze. Seventh question. സോണാർ ഉപയോഗിക്കുന്നത്. Option A ദ്രവ്യത്തിന്റെ സാന്ദ്രത അളക്കാൻ, B അന്തരീക്ഷമർദ്ദം അളക്കാൻ, C സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, D സമുദ്രത്തിന്റെ ആഴം അറിയാൻ. Sonar is used to measure density of matter, B measure atmospheric pressure, C produce electricity from solar energy and D measure depth of the ocean. Eighth question. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ എ ദൂരത്തിന്റെ, ബി പ്രകാശത്തിന്റെ വേഗത, സി പ്രകാശത്തിന്റെ തീവ്രത, ഡി ശബ്ദത്തിന്റെ വേഗത. A light year is a unit of. Option A distance, B speed of light, C intensity of light and D speed of sound. Ninth question. ചുവടെ തന്നിട്ടുള്ളതിൽ താപനില അളക്കാൻ ഉപയോഗിക്കാത്ത യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ കെൽവിൻ, ബി സെൽഷ്യസ്, സി ജൂൾ ആൻഡ് ഡി ഫാരൻഹീറ്റ്. Which of the following units is not used to measure temperature? A Kelvin, B Celsius, C Joule and D Fahrenheit. 10th question. ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് ഏത് നിറത്തിനാണ്? എ മഞ്ഞ, ബി വയലറ്റ്, സി പച്ച, ഡി ചുവപ്പ്. Which color of light is deviated maximum when passed through a prism? Option A yellow, B violet, C green and D red. അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ ആദ്യം വായിച്ചു നോക്കി അതിന്റെ ഓപ്ഷൻസ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ മാർക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഉത്തരങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം. The element essential for bone development and for stronger teeth. എന്താണ് അതിന്റെ ഉത്തരം? ഓപ്ഷൻ എ, that is കാൽസ്യം. അപ്പോൾ ഇതിന്റെ ബാക്കി എല്ലാത്തിന്റെയും എലമെന്റ്സിന്റെ സിമ്പിൾസും കൂടെ ഇതിന്റെ കൂടെ പഠിക്കുക.
കാൽസ്യത്തിന്റെ സിമ്പൽ ആണ് അല്ലെങ്കിൽ ചുരുക്കെഴുത്താണ് ആദ്യത്തെ ഈ രണ്ട് ലെറ്റർ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ സി സ്മോൾ എ. ദെൻ നിക്കലിന്റെ ആണെങ്കിൽ ആദ്യത്തെ ഈ രണ്ട് ലെറ്റർ ക്യാപിറ്റൽ എൻ സ്മോൾ ഐ, കാർബണിന്റെ ക്യാപിറ്റൽ സി. അയേണിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയേണിന്റെ സിമ്പൽ ക്യാപിറ്റൽ എഫ് സ്മോൾ ഇ എന്നുള്ളതാണ്. ക്യാപിറ്റൽ എഫ് സ്മോൾ ഇ എന്നുള്ളതാണ്. അതിന്റെ ലാറ്റിൻ നാമമാണ് ഫെറം. ഈ ഫെറം എന്നുള്ള ലാറ്റിൻ നാമത്തിൽ നിന്നാണ് അയണിന് എഫ് എന്നുള്ള സിമ്പല് വന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പഠിച്ചു പോവുക. ദെൻ അതേ സമയത്ത് അയഡിൻ, അയഡിൻ എന്ന മൂലകത്തിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഐ ആണ്. ക്യാപിറ്റൽ ഐ സ്റ്റാൻഡ്സ് ഫോർ അയഡിൻ. അതേ സമയത്ത് അയേണിന് ഐ അല്ല, എഫ് ഇ, ഫെറത്തിന്റെ എഫ് ഇ ആണെന്ന് ഓർക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ദ കെമിക്കൽ യൂസ്ഡ് ടു ക്ലീൻ വൂണ്ട്സ്. എന്താണ് അതിന്റെ ഉത്തരം? ഓപ്ഷൻ ബി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല കൂടെ ഇതിന്റെ കൂടെ പഠിക്കുക. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എച്ച് ആണ്. പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ H2O2 ആണ് അതിന്റെ ഫോർമുല. ദെൻ സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എല്ലാവർക്കും അറിയുണ്ടാവും, H2SO4, കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഇതിന്റെ കൂടെ പഠിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് ദ കിങ് ഓഫ് കെമിക്കൽസ്. ദ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ഏത് രാസവസ്തുവാണ്? അതായത് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതിന്റെ ഉത്തരമാണ് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് അഥവാ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് തീ കെടുത്തുന്ന വാതകം, തീ കെടുത്തുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അല്ലെങ്കിൽ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദ ഗ്യാസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്യൂഷ് ഫയേഴ്സ്, അല്ലെങ്കിൽ ദ ഗ്യാസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ആ ചോദ്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക. തേർഡ് വൺ, ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. എന്താണ് ഉത്തരം? ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഇത് തന്നെ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്നുള്ളതിന് പകരം ഒരു ലോഹവും ഒരു ആസിഡും തമ്മിൽ എക്സാമ്പിൾ ആയിട്ട് തന്നാലും എഴുതാൻ കഴിയണം. കാരണം സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? സെയിം തന്നെയാണ് ഹൈഡ്രജൻ. കാരണം സിങ്ക് ഒരു ലോഹമാണ് അല്ലെങ്കിൽ മെറ്റൽ ആണ്. അപ്പോൾ അതും ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് പുറത്തുവിടുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. പിന്നെ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. അതുപോലെ തന്നെ ഹൈഡ്രജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ലവോയ്സിയർ. Then next question, fourth one, ചോക്കിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം. Name the chemical present in chalk. ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഫോർമുല, കാൽസ്യം കാർബണേറ്റ് പഠിക്കുക. CaCO3. Ca എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ ആണ്, Ca. Then capital C for carbon and O for oxygen. CaCO3 എന്നാണ് അതിന്റെ ഫോർമുല കാൽസ്യം കാർബണേറ്റിന്റെ. ഇനി ഇതുപോലെ തന്നെ മാർബിളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം എന്ത്? അല്ലെങ്കിൽ മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ്. അതായത് ചോക്ക്, മുട്ടത്തോട്, എക്സെല്ല്, അതുപോലെ തന്നെ മാർബിൾ, ഈ മൂന്നെണ്ണത്തിലും അടങ്ങിയിരിക്കുന്നത് ഏത് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ്, ദാറ്റ് ഈസ് CaCO3. അത് തന്നെയാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹീമോഗ്ലോബിനിലുള്ള എലമെന്റ്? ഓപ്ഷൻ സി അയേൺ. അപ്പൊ അതിന്റെ ലാറ്റിൻ നെയിം ഫെറം, ദെൻ സിമ്പൽ Fe. പഠിച്ചിരിക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. An alloy which is used to make permanent magnet. എന്താണ് ഉത്തരം? അൽനിക്കോ. സെക്കൻഡ് ഓപ്ഷൻ ബി അൽനിക്കോ.
അൽനിക്കോ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ എലമെന്റ്സ് കൊണ്ടാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. Al എന്ന് പറയുന്നത് അലൂമിനിയം. ദെൻ നിക്കലിന് നമ്മൾ ക്യാപിറ്റൽ N സ്മോൾ I ആണ് പറയുക. അപ്പൊ നിക്കല്. ദെൻ കൊബാൾട്ട്. കൊബാൾട്ടിന് ക്യാപിറ്റൽ C സ്മോൾ O ആണ് അതിന്റെ സിമ്പല്. ഈ 3 എലമെന്റ്സും പ്ലസ് അയൺ, ഇതിന്റെ കൂടെ ഇരുമ്പ്, അതും കൂടെ ചേർന്നിട്ടാണ് അൽനിക്കോ ഉണ്ടാക്കുന്നത്. ദെൻ അൽനിക്കോ കൊണ്ടാണ് എന്താണ് അതിന്റെ യൂസേജ്? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ, സ്ഥിര കാന്തങ്ങൾ ഉണ്ടാക്കാനാണ് അൽനിക്കോ എന്ന അലോയ് യൂസ് ചെയ്യുന്നത്. ഇനി അലോയ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ദാറ്റ് ഇസ് ലോഹസങ്കരം എന്ന് പറയുന്നത് ഒരു ലോഹവും അതിന്റെ കൂടെ ഒന്നോ അതിലധികമോ ലോഹങ്ങളോ അലോഹങ്ങളോ ചേർന്ന മിശ്രിതത്തെയാണ് നമ്മൾ അലോയ് അഥവാ ലോഹസങ്കരം എന്ന് പറയുന്നത്. ഒരു മെറ്റലും അതിന്റെ കൂടെ ഒന്നോ അതിലധികമോ മെറ്റൽസോ നോൺ മെറ്റൽസോ ചേർന്ന മിക്സ്ചറിനെയാണ് നമ്മൾ അലോയ് അഥവാ ലോഹസങ്കരം എന്ന് പറയുന്നത്. ഇതിൽ ബ്രാസ് എന്ന് പറയുന്നത് മറ്റൊരു അലോയ് ആണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചള. ഇതില് ഏതൊക്കെ മൂലകങ്ങളാണ് ബ്രാസിലുള്ളതെന്ന് ചോദ്യം വരാറുണ്ട്. കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്. കോപ്പറിന്റെ സിമ്പൽ ആണ് Cu, കമ്മിങ് ഫ്രം ദ ലാറ്റിൻ നെയിം കുപ്രം. അപ്പോ അവിടെ ഒരു ചോദ്യം ഉണ്ട്, കോപ്പറിന്റെ ലാറ്റിൻ നാമം എന്ത്? കുപ്രം. കോപ്പറിന്റെ സിമ്പൽ അഥവാ ചുരുക്കെഴുത്ത് എന്ത്? ക്യാപിറ്റൽ C സ്മോൾ u, ദാറ്റ് ഇസ് Cu. ദെൻ ബ്രാസിൽ ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോപ്പറും പിന്നെ ഏതാണ് അതിലുള്ളത്? സിങ്ക്. കോപ്പറും സിങ്കും കൊണ്ടാണ് ബ്രാസ് അഥവാ പിച്ചള ഉണ്ടാക്കിയിരിക്കുന്നത്. കോപ്പർ ചെമ്പ്, സിങ്ക്, Zn ആണ് അതിന്റെ സിമ്പൽ. ഇനി ബ്രോൺസ് എന്ന് പറയുന്നത് മറ്റൊരു അലോയ് ആണ്. ബ്രോൺസിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോൺസ് എന്ന് പറയുന്നത് ഓട് അഥവാ വെങ്കലം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് നമ്മൾ പള്ളികളിലൊക്കെ മണി, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വിളക്കുകൾ, അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓട് അഥവാ വെങ്കലം കൊണ്ടാണ്. ഇപ്പൊ ഓട്ടുപാത്രങ്ങളൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നു. ദെൻ അപ്പൊ ബ്രോൺസിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. കോപ്പറും ടിന്നും കൊണ്ടാണ് ബ്രോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോപ്പറും ടിന്നും. ടിന്നിന്റെ സിമ്പൽ ആണ് Sn. അപ്പൊ ടിന്നിന്റെ ലാറ്റിൻ നാമം എന്താണ്? സ്റ്റാനം. സ്റ്റാനം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ് ടിന്നിന് Sn എന്നുള്ള സിമ്പൽ കിട്ടിയത്. ഇതൊക്കെ ഓരോരോ ചോദ്യങ്ങളാണ്, എല്ലാം പഠിക്കണം. സോ ബ്രോൺസിലുള്ള എലമെന്റ്സ് ആണ് കോപ്പർ, ചെമ്പ് ആൻഡ് ടിൻ. ദെൻ ടിന്നിന്റെ ലാറ്റിൻ നാമം എന്ത്? ലാറ്റിൻ നെയിം ഓഫ് ടിൻ ഈസ് സ്റ്റാനം. സിമ്പൽ ഫോർ ടിൻ ഈസ് Sn. Latin name of copper is cuprum. The symbol for copper is Cu. Then ഓരോന്നിലുള്ള ഈ ഓരോ അലോയ്സിലുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്, എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നും പഠിക്കണം. ഇനി ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് മറ്റൊരു അലോയ് ആണ്. ഡ്യൂറാലുമിൻ അതിലുള്ളത് അലൂമിനിയാണ്. അലൂമിനിയത്തിന്റെ ഒരു അലോയ് ആണ്. അപ്പം ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇവിടെ Al ഉണ്ടല്ലോ, അപ്പൊ അലൂമിനിയം എന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. ദാറ്റ് ഇസ് വിമാനത്തിന്റെ ഒക്കെ ബോഡി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്യൂറാലുമിൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഇതൊക്കെ പഠിച്ചു വെക്കാം. 7th ക്വസ്റ്റ്യൻ. സോണാർ ഉപയോഗിക്കുന്നത്. സോണാർ എന്ന് പറയുമ്പം ഏതാണ് അതിന്റെ ഉത്തരം വരിക? ഓപ്ഷൻ ഡി, സമുദ്രത്തിന്റെ ആഴം അറിയാൻ. സമുദ്രത്തിന്റെ ആഴം അറിയാൻ, ദാറ്റ് ഇസ് മെഷർ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ. എങ്ങനെയാണ് സോണാർ ഉപയോഗിച്ചിട്ട് സമുദ്രത്തിന്റെ ആഴം അറിയുന്നത്? ഇവിടെ സോണാറിൽ ഉപയോഗിക്കുന്നത് സൗണ്ട് ആണ്. അതായത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് is utilized in sonar for measuring the depth of the ocean. That is, സമുദ്രത്തിന്റെ ആഴം അറിയാൻ വേണ്ടിയിട്ട് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം, അത് പ്രതിഫലിച്ചു വരുന്ന ആ സൗണ്ട് അത് യൂസ് ചെയ്തിട്ടാണ് സോണാറിൽ ഡിറ്റക്ട് ചെയ്യുന്നത് എത്ര ഉണ്ട് ഓഷ്യന്റെ ആഴം എന്ന് അറിയുന്നത്. ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്, സോണാറിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സോണാർ ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സൗണ്ട്, ഒപ്റ്റിക്സ്, നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് സോണാറിന്റെ ഫുൾ ഫോം. സൗണ്ട്, ഒപ്റ്റിക്സ്, നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, ഇതാണ് സോണാറിന്റെ ഫുൾ ഫോം. അത് ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. 8th ക്വസ്റ്റ്യൻ. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്?
ഉത്തരം എന്താണ് വരിക? ദൂരത്തിന്റെ, ഡിസ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം പ്രകാശവർഷം, ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ ലൈറ്റുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ ടൈം, ഇയർ എന്ന് പറയുമ്പോൾ ടൈമുമായി ബന്ധപ്പെട്ടതാകാം എന്നൊക്കെ തോന്നാം. പക്ഷെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഡിസ്റ്റൻസ് ആണ്. കാരണം ലൈറ്റ് ഇയർ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നു. അതായത് സ്പേസിലൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഏകകമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, പ്രകാശവർഷം. അത്രയും ഒരു നമ്മൾക്ക് കിലോമീറ്റർ കണക്കൊന്നുമല്ല, അതിലൊക്കെ വലിയ യൂണിറ്റ് ആണ്, അതാണ് ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്. Then 9th question. ചുവടെ തന്നിട്ടുള്ളതിൽ താപനില അളക്കാൻ ഉപയോഗിക്കാത്ത യൂണിറ്റ് ഏത്? അപ്പോൾ ഒരു യൂണിറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ താപനിലയുടെ യൂണിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഇസ് കെൽവിൻ, സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് ആർ units used to measure temperature. അതേ സമയത്ത് ജൂൾ is not a unit used to measure temperature. അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ജൂൾ എന്ന് പറയുന്നത് വർക്ക്, എനർജി, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ജൂൾ. ഊർജത്തിന്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഒക്കെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. Then 10th question. ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് ഏത് നിറത്തിനാണ്? ഏത് നിറത്തിനാ വരിക? വയലറ്റ്, ബി വയലറ്റ്. മാക്സിമം വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിനാണ്. അപ്പൊ മിനിമം വ്യതിയാനം സംഭവിക്കുന്ന ഏതിനാണ്? റെഡ്. അതും കൂടെ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ മിനിമം വ്യതിയാനം സംഭവിക്കുന്ന റെഡിന്, മാക്സിമം വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിന്. ഇത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് എലമെന്റ്സും അതിന്റെ സിംബൽസും ആണ്. ഇത് പഠിച്ചു വെക്കുക. കാൽസ്യം Ca, കാർബൺ C, കോപ്പർ Cu, കമ്മിങ് ഫ്രം ദ ലാറ്റിൻ നെയിം കുപ്രം. അപ്പൊ ഇതൊക്കെ തെറ്റാൻ സാധ്യതയുള്ളതാണ്, പക്ഷെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ക്രോമിയം Cr, അയൺ Fe, കമ്മിങ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫെറം. Then iodine I, അപ്പൊ ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. Then നൈട്രജൻ ക്യാപിറ്റൽ N, നിക്കൽ ക്യാപിറ്റൽ N സ്മോൾ I, ഇത് തമ്മിൽ തെറ്റരുത്. Then ഹൈഡ്രജൻ H, അലൂമിനിയം Al. എപ്പോഴും ഈ രണ്ടാമത്തെ ലെറ്റർ നമ്മൾ എഴുതുന്ന സ്മോൾ ലെറ്റർ ആയിരിക്കും, ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, അങ്ങനെ എഴുതാവൂ. Then ഓക്സിജൻ ക്യാപിറ്റൽ O. അടുത്ത ഇത് കുറച്ച് എലമെന്റ്സും ലാറ്റിൻ നെയിമും ആണ്, അതിന്റെ സിംബൽസും. സോഡിയം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതായത് സോഡിയത്തിന്റെ ലാറ്റിൻ നാമം എന്ത്? നാട്രിയം. സോഡിയത്തിന്റെ സിംബൽ കമ്മിങ് ഫ്രം ദ നാട്രിയം, അതിൽ നിന്നാണ് വന്നത്. ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് എടുത്തു, Na. Then പൊട്ടാസ്യം കമ്മിങ് ഫ്രം ദ ലാറ്റിൻ നെയിം കാലിയം. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം എന്ത്? വാട്ട് ഇസ് ദ ലാറ്റിൻ നെയിം ഓഫ് പൊട്ടാസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിയം, Ka ആണ്. Then അപ്പൊ അതിന്റെ സിംബൽ K, ക്യാപിറ്റൽ K. Then മെർക്കുറി, മെർക്കുറി എന്താണ്? ഹൈഡ്രാർഗൈറം. Then അപ്പൊ അതിന്റെ സിംബൽ Hg ആണ്. നമ്മൾ ഇവിടെ പറയുന്ന എച്ചും പിന്നെ അതുപോലെ ഉറപ്പിച്ച് പറയുന്ന ഹൈഡ്രാർഗൈറം എന്നല്ലേ പറയുന്നത്, അപ്പൊ ജിയും. അതാണ് അതിന്റെ സിംബൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. ടങ്സ്റ്റൺ, ടങ്സ്റ്റൺ എപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്, കാരണം അതിന്റെ ലാറ്റിൻ വേർഡ് ആണ് വുൾഫ്രം. അപ്പൊ അതിന്റെ സിംബൽ ആണ് W, ആദ്യത്തെ ലെറ്റർ എടുത്തു, വുൾഫ്രം. Then അയേൺ, അയേണിന്റെ എന്താണ്? ഫെറം. അപ്പൊ ക്യാപിറ്റൽ F സ്മോൾ E, ഫെറം. Then ടിൻ, ടിന്നിന്റെ സ്റ്റാനം എന്നാണ്. അപ്പൊ ആദ്യത്തെ ഈ S എടുത്തു, പിന്നെ ഒരു N എടുത്തു, സ്റ്റാനം. ലെഡ്, പ്ലംബം, P-യും B-യും, പ്ലംബം PB. അതുപോലെ തന്നെ കോപ്പർ ഓർക്കാം, കോപ്പർ കുപ്രം എന്നാണ്, CuPrum, കുപ്രം. അത് Cu ആണ് അതിന്റെ സിംബൽ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബ്രാസ്. അത് ബ്രാസ് ഇസ് an alloy of copper and zinc. ചെമ്പിന്റെയും സിങ്കിന്റെയും അലോയ് ആണ്, ലോഹസങ്കരമാണ് ബ്രാസ്. ബ്രോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, തെറ്റിക്കാറുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കുക. കോപ്പറും ടിന്നും. കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പാണ്, Cu സിംബൽ, ടിൻ Sn സിംബൽ. നിക്രോം ഹീറ്റിംഗ് എലമെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രിക് അയൺ ഇസ്തിരിപ്പെട്ടിയിലും അങ്ങനെ ഇലക്ട്രിക് ഓവനിലും ഒക്കെ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കും. അതിലുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പേരിൽ തന്നെ ഉണ്ട്, നിക്കൽ Ni ആൻഡ് ക്രോമിയം. അപ്പൊ അത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. Then alnico is an alloy of permanent magnet ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. പിന്നെ എന്താ ഇതിലുള്ളത്? അയൺ ഉണ്ടായിരിക്കും. പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്.
ഇനി ഓപ്ഷനിൽ അയേൺ ഇല്ല വെച്ചെങ്കിലും അലുമിനിയം നിക്കൽ കൊബാൾട്ട് ഉണ്ട് വെച്ചെങ്കിൽ അത് ശരി തന്നെയാണ്. കാരണം പ്ലസ് അയേണിന്റെ ഒരു അലോയ് ആണ് അൽനിക്കോ. അപ്പൊ ഇത്രയൊക്കെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.